20 നവംബർ 2024. ഇന്നത്തെ മല്ലൻസ് വീഡിയോയുടെ വിഷയം കത്തോലിക്ക പുരോഹിതരുടെ 3 Ws രണ്ടാം ഭാഗം. ഇന്നലെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ മെയിനായിട്ടുള്ള 1-2 വിഷയങ്ങൾ നമ്മൾ വിട്ടുപോയത് കാരണം അതിൻ്റെ രണ്ടാം ഭാഗം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പണ്ട് അച്ഛന്മാർ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് സഭയുടെ സമ്പത്ത് പോകാതിരിക്കാനായിട്ട് ബ്രഹ്മചര്യം അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സെൻറ്റ് പോൾ പറയുന്നുണ്ട്, ഒരു ബിഷപ്പ് അല്ലെങ്കിൽ ഒരു അച്ഛൻ ഒരു ഭാര്യയ്ക്ക് ഭർത്താവും മക്കളെ നന്നായിട്ട് നോക്കുന്നവനായിരിക്കണം. പിന്നെയും പറയുന്നുണ്ട്, അതങ്ങനെ ചെയ്യാത്തവന് ഒരു വീട് നന്നാക്കി നോക്കാൻ അറിയാത്തവനെങ്ങനെ സഭയെ നയിക്കാനായിട്ട് കഴിയും. ഇപ്പം അതെല്ലാം മറച്ചു വെച്ച് ഒരു ഉടായിപ്പ് ബൈബിൾ വാക്യം പറഞ്ഞിട്ടാണ് വരുന്നത്. സ്വർഗരാജ്യത്തിന് ഒരു ഷണ്ടനാകുക. ഓക്കെ, ഞാൻ ഈ സെമിനാരികളിൽ കോൺവെൻറ്റുകളുടെ ഫോർമേറ്റേഴ്സിൻ്റെ ഇവരോട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം 3-4 തരത്തിലുള്ളവരാണെന്ന് അച്ഛനാവന് കന്യാസ്ത്രീയാണ് പോകുന്നത്. ഒന്ന്, അതായത് സൂഹിക്കാനായിട്ട്. ഇപ്പം ആൾക്കാർ സംഘത്തിലുള്ള കുട്ടികൾ അച്ഛൻ്റെ വാലായിട്ട് നടക്കുമ്പം അച്ഛൻ സൂഹിക്കുന്നു, വണ്ടിയിൽ പോകുന്നു, ഒരു ഞായറാഴ്ച 4-5 ബിരിയാണി കഴിക്കുന്നതൊക്കെ കണ്ട് അപ്പം അങ്ങനെ സൂഹിക്കാനായിട്ട് അച്ഛനാവാൻ വരുന്ന ഒരു കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ, അപ്പനമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ സെമിനാറിലും കോൺവെൻറ്റിലും ഓടി ഒളിക്കുന്ന രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്. പിന്നെ മൂന്നാമത്തെ കൂട്ടരെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം ചെയ്യാൻ ഇഷ്ടമല്ല. ഓക്കെ, കാരണം വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം എടുക്കാനായിട്ട് ഇഷ്ടമല്ല. പിന്നെ അതിൽ ചിലവർ ഈ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന, അതിൽ കുറേ എണ്ണത്തിന് അച്ഛന്മാരെ അബ്യൂസ് ചെയ്തിട്ടുള്ള ചില കേസുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കൂട്ട്. പിന്നെ നാലാമത്തെ കൂട്ട് സേവനം ചെയ്യാനായിട്ട്. ഇപ്പം ശരിക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5% പേരെ സേവനം ചെയ്യാനായിട്ട് ഇന്ന് അച്ഛനും കന്യാസ്ത്രീയും പോകുന്നുണ്ട്. ഇപ്പം സേവനത്തിന് അവർ ചേർന്നെങ്കിലും ഈ 2-3 ഗ്രൂപ്പിലോട്ട് അവർ യാദൃശ്ചികമായിട്ട് അവർ മോൾഡ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ ചെയ്ത് അവർ ഈ ഇത് കൂനെന്ന് പറഞ്ഞ പോലെ ഇത് വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ വേറൊരു കാര്യം, 18 ഗ്രൂപ്പുകളിൽ റോമൻ കത്തോലിക് സഭയുടെ 18 ഗ്രൂപ്പുകളിൽ ഉള്ളവർക്ക് കല്യാണം കഴിക്കാമെങ്കിൽ 22 എണ്ണത്തിൽ 4 ഗ്രൂപ്പിനാണ് ലത്തീൻ സഭ, സിറമണവാർ സഭ, മലങ്കര, ഇങ്ങനെയുള്ള 4-5 കൂട്ടർക്കാണ് കല്യാണം കഴിക്കാത്തത്. എന്നാൽ മറ്റ് സഭകളിൽ ഇവർക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. ബിഷപ്പാകാനായിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പം അതിൽ ചില ഇച്ചിരി അധികാരമോഹികൾ കല്യാണം കഴിക്കാതെ ഈ പൊസിഷന് കിട്ടാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്നവരുണ്ട്. അവസാനം എന്താണ് അതിൻ്റെ അവസ്ഥ? ഞാൻ ഓർക്കുന്നുണ്ട്, തിയോളജി സെക്കൻഡ് ഇയറിൽ എൻ്റെ കൂടെ എനിക്ക് വരയ്ക്കാനൊക്കെ പഠിപ്പിച്ചു തന്നൊരു ഡേവിഡ് എന്ന് പറയുന്ന CMI തൃശ്ശൂർ പ്രൊവിൻസ്. അവൻ്റെ അപ്പം മരിച്ച് അവൻ അടക്കം കഴിഞ്ഞ് തിരിച്ചു വന്ന് അവൻ്റെ പെട്ടിയായിട്ട് പോയിട്ട് എന്നോട് പറഞ്ഞു, ഇത്ര നാളും ഞാൻ സെമിനാരിൽ നിന്ന് എൻ്റെ അപ്പന് വേണ്ടിയിട്ടായിരുന്നു, അപ്പൻ മരിച്ചു, ഇനി എനിക്ക് സുഖമായിട്ട് പോയി. അപ്പോൾ കുറേ കാരണന്മാർ ഈ പിള്ളേർ ചില പണ്ട് നേർച്ച നേർന്ന് ഈ അച്ഛനെ കന്യാസ്ത്രീയാക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്, തെണ്ടിത്തരാണ്. ഓക്കെ, ഒന്നാമത് ഈ നമ്മൾ ഈ ബൈബിളിനെ വളച്ചൊടിച്ച് ഇപ്പോൾ ചില 4-5 അച്ഛന്മാർക്ക് 4-5 മക്കളിൽ ഒരാൾ അച്ഛനായി കഴിഞ്ഞാൽ ഭയങ്കര മഹത്താണെന്ന് ചില കാരണം. പക്ഷെ അവരുടെ ആ ഉൾവിളികൾ, ഞാൻ 8ാം ക്ലാസ്സിൽ സെമിനാരി ചേർന്നതാണ്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ വിമിഷ്ടങ്ങൾ, അതിൻ്റെ പ്രതിബന്ധങ്ങളും അതിൻ്റെ വെല്ലുവിളികളും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളോട് മക്കളോട് സ്നേഹമുണ്ടോ? അവർ സാധാരണക്കാരായിട്ട് ജീവിക്കാനായിട്ട് അനുവദിക്കുക, അവരെ ഫ്രീഡം കൊടുക്കുക. ഇപ്പം നമ്മുടെ വടക്കനച്ഛൻ തൃശ്ശൂരിലെ ഒരു വിപ്ലവകാരി അച്ഛൻ പറയുന്നൊരു സത്യമുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ അപ്പൻ നിങ്ങളെ കല്യാണം കഴിക്കാനായിട്ട് അനുവദിക്കുന്നില്ലെങ്കിൽ ആ അപ്പനെ ധിക്കരിക്കാനുള്ള അധികാരാവകാശം നിനക്കുണ്ട്. ഓക്കെ, ഇപ്പം സഭകളിലുള്ള കുറേ തോന്നിയാസങ്ങൾ നമുക്കറിയാം. ഇപ്പം 2018 വിപ്ലവത്തിന് ഞാൻ പോയി പ്രസംഗിച്ചെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ ചാന്തയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രാങ്കോ ബിഷപ്പിൽ ഒരു 100 ബിഷപ്പുമാരെ ഫ്രാങ്കോമാരെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൽ ഞങ്ങളുടെ ഒരു അച്ഛൻ കഴിഞ്ഞ കൊല്ലം 35 വയസ്സുള്ള ഒരു അച്ഛൻ
തലശ്ശേരി രൂപതയിൽ എലിവിഷം കഴിച്ച് മരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഓക്കെ, അവൻ്റെ സഹോദരൻ CMIയുടെ അച്ഛനാണെങ്കിൽ എന്തിനാ ഇത് ചെയ്യുന്നത്? നമ്മൾ പിള്ളേരെ കൊലയ്ക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഈ 3 Ws ഞാൻ പറഞ്ഞ ഒന്നുകൂടി ഓർമ്മിക്കുന്നു. നമുക്ക് പണത്തിന് വേണ്ടി വൈൻ, വുമൻ, വെൽത്ത്. പണത്തിന് വേണ്ടി, പെണ്ണിന് വേണ്ടി, കല്ലിന് വേണ്ടി എന്ത് ചെയ്യുന്ന അതൊന്ന് മാറ്റാനുള്ള വലിയൊരു തുറവി നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മൾ സ്വതന്ത്രമായിട്ട് കത്തോലിക്കരാണ്. ആദ്യം മനുഷ്യനാകട്ടെ, പിന്നെ നമുക്ക് അച്ഛനോ അപ്പനോ ഇതൊക്കെ ആകാം. ഒക്കെ മനുഷ്യരാകാനായിട്ടുള്ള വലിയൊരു അവസ്ഥയാണ്, വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള സെക്സ് ലൈഫെല്ലാം അടക്കമെല്ലാം. അപ്പം അതിന് നമ്മുടെ മക്കളെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനായിട്ട് അനുഗ്രഹിക്കുക. ഓക്കെ, സേവാ സമാജ് ഇന്ത്യ ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.